ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നമ്മൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു കഷ്ണം എടുത്ത് വായിലിട്ട് അലിഞ്ഞു പോകും നമ്മളറിയില്ല. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഞാനെടുത്ത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഏലക്കായ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഏലക്കായ ചേർക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പിന്നെ ഞാനൊരു 8 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അതുവരെ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. നമ്മുടെ ഇതൊക്കെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ഇനി ഈ ഇഡ്ഡലി തട്ടിൽ നമുക്ക് എണ്ണയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും തടവി കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് തേച്ച് കൊടുക്കുക. ഇനി ഞാൻ ഈ നമ്മുടെ മുട്ടേൻ്റെ മിക്സ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ കുഴിയിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മുട്ടേൻ്റെ മിക്സ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത തട്ട് വെച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ അടുത്ത തട്ട് ഫുള്ളായിട്ട് ഒഴിക്കാൻ ഉണ്ടാവില്ല, എന്നാലും ബാക്കി വന്നത് നമുക്ക് ഇതിൽ എത്രണ്ണത്തിൽ കൊള്ളുമോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും ഇത് റെഡിയാവും. കണ്ടോ, ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ, പഞ്ഞി പോലെ. പക്ഷെ നമ്മളിത് തുറന്ന് കഴിയുമ്പോൾ അതങ്ങ് താഴ്ന്നു പോവും. പിന്നെ അങ്ങനെ ബോള് പോലെ നിൽക്കില്ല, അങ്ങ് താഴ്ന്നു പോകും. പക്ഷെ നല്ല സോഫ്റ്റാണ് സംഭവം. ഇപ്പം ഞാനിതെടുത്ത് ഇതൊന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കണ്ടോ, നല്ല പഞ്ഞിയായിട്ടുള്ളൊരു സംഭവം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഏലക്ക പൊടിയും വാനില എസൻസൊക്കെ ചേർക്കുക. വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്